അപ്പോഴേ നമുക്കിന്ന് കുറച്ച് കാടമുട്ട പുഴുങ്ങി റോസ്റ്റ് ചെയ്യാം കേട്ടോ. 4 മണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു വിസിലടിച്ചാൽ മതിയേ. അപ്പം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേണ്ട ഞാൻ ഒരു വിസിലടിച്ചത് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാൻ അടുപ്പ് വെച്ചിട്ട് നല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇത്ര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ശകലം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട എല്ലാം ഇതിലോട്ടൊന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ്. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചായയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അടുപ്പിലായിട്ട് ചായക്ക് പാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് റെഡി ആക്കിയിട്ട് എല്ലാവരും ഇതേപോലെ മുട്ട റോസ്റ്റും ചെയ്തിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ച് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.